സയ്യിദ് ഉനൈസ് മേൽമുറിയുടെ മുഹമ്മദ് നബി ഒരു അതുല്യ ജ്യോതിസ് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. സയ്യിദ് ഉനൈസ് മേൽമുറി രചിച്ച മുഹമ്മദ് നബി ഒരു അതുല്യ ജ്യോതിസ് എന്ന ഗ്രന്ഥത്തിന്റെ 1ാം വോള്യം പ്രകാശനം കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ, IHRO ചെയർമാൻ KM മുഹമ്മദ് കാസിംകോയ ഹാജിക്ക് കൈമാറി പ്രകാശനം നിർവഹിച്ചു. അപരവൽക്കരണ ശ്രമങ്ങൾ ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ പ്രവാചക ചരിത്ര പഠനം മനുഷ്യർക്കും മതങ്ങൾക്കുമിടയിൽ സാഹോദര്യത്തിന്റെ വീണ്ടെടുപ്പ് സാധ്യമാക്കുമെന്ന് എം കെ സക്കീർ അഭിപ്രായപ്പെട്ടു. ലോകാനുഗ്രഹി മുഹമ്മദ് നബിയുടെ ജീവിതവും അധ്യാപനങ്ങളും പാരമ്പര്യവും വിശദീകരിക്കുന്ന ഗ്രന്ഥപരമ്പരയുടെ ആദ്യ വോള്യമാണിത്. യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകന്ന് വികലമാക്കപ്പെടുന്ന നബിചരിത്രത്തെ തനിമയോടെ വായനക്കാർക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രന്ഥകാരൻ ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. ഗ്രന്ഥത്തിന്റെ ഇംഗ്ലീഷ്, അറബി, ഉറുദു പതിപ്പുകളും ഉടൻ പുറത്തിറങ്ങും. പൊന്നാനി ചന്തപ്പടി PWD ഗസ്റ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി മുഖ്യാതിഥിയായിരുന്നു. ഇന്ത്യൻ ഇസ്ലാമിക് ഹിസ്റ്ററി ഓർഗനൈസേഷൻ ചെയർമാൻ KM മുഹമ്മദ് കാസിംകോയ അധ്യക്ഷത വഹിച്ചു. പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം, മുൻ MP C ഹരിദാസ്, പ്രൊഫസർ MM നാരായണൻ, TV അബ്ദുറഹിമാൻ കുട്ടി മാസ്റ്റർ, സയ്യിദ് അമീൻ തങ്ങൾ, പൂക്കോയ തങ്ങൾ, ബാ അലവി അല്ലൈൻ, അബ്ദുൽ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റ, സയ്യിദ് സീദിക്കോയ തങ്ങൾ മുഖാരി, ജാബിർ ഹുദവി തൃക്കരിപ്പൂർ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സിദ്ദീഖ് മൗലവി ഐലക്കാട് സ്വാഗതവും ഷാഹുൽ ഹമീദ് മുസ്ലിയാർ നന്ദിയും പറഞ്ഞു. പഴയകാലത്ത് മദ്രസയിൽ കാലത്ത് 7 മണിക്ക് പോയി 1 മണിക്കൂറോ മറ്റോ പഠിച്ച് തിരിച്ച് വീട്ടിലേക്ക് ഓടി, വീട്ടിൽ നിന്ന് കഞ്ഞിയുടെ പാത്രം എടുത്ത് സ്കൂളിലേക്ക് ഓടി തിരിച്ചു വരുന്ന ഓട്ടത്തിനിടയിൽ ഒരു പക്ഷേ ഇത്ര വലിയ ചരിത്രപരമായ മനുഷ്യൻ സംസ്കരിച്ചെടുത്ത സംഭവവികാസങ്ങളെ കുറിച്ചൊന്നും അത്ര നമുക്ക് പഠിക്കാൻ സാധിച്ചെന്ന് വരില്ല. ഇന്ന് കുട്ടികൾ മാറി, പഠന ഉപകരണങ്ങളുമായ രീതിയിലൊക്കെ മാറി. അതുകൊണ്ട് ഏത് രൂപത്തിലും എപ്പോൾ കിട്ടിയാലും പഠിക്കുന്നതാണ് പഠനം എന്നല്ലാതെ ഒരു ബെഞ്ചിന്റെ അരികിൽ ഒരു ചൂരലിന്റെ മറവിൽ മാത്രം പഠിക്കുന്നതല്ല. അതുകൊണ്ട് ഏത് സമയത്ത് എപ്പോഴും പഠിക്കുന്ന രൂപത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും സാധ്യമാകുന്ന രൂപത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അതുല്യ ജ്യോതിസ് എന്ന രൂപത്തിൽ നാമകരണം ചെയ്തുകൊണ്ട് ഈ പുസ്തകം നമുക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പുസ്തകത്തിൽ ഉടനീളം ആദം നബി മുതൽ അന്ത്യപ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ഒരു ഘട്ടത്തിലെ ഓരോ കണ്ണികളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ സെമിറ്റിക് മതങ്ങളെ കുറിച്ചും ഇന്ത്യയിലേക്കുള്ള ആര്യന്മാരുടെ പ്രവാഹത്തെക്കുറിച്ചും അതിന്റെ ഉത്ഭവത്തെക്കുറിച്ചും എല്ലായിടത്തും തൊട്ട് കൊണ്ടുകൊണ്ട് ഒരു വിവാദവുമില്ലാതെ ഒരു ഇന്ത്യക്കാരനെ ഒരുപക്ഷെ സ്നേഹിച്ചുകൊണ്ട് എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്ന പല വരികളിലും എഴുതി വിട്ട പുസ്തകം ഒരുപക്ഷെ നബിയുടെ പേരിൽ ഈ ഇന്ത്യയുടെ സഹോദരത്തിനും മതേതരത്വത്തിനും മതസൗഹാർദ്ദത്തിനൊക്കെ തന്നെ കാരണഭൂതമാകുന്ന രചനയിൽ പെട്ടതാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പൊന്നാനി എന്ന ഈ സാഹിത്യ മണ്ഡലത്തിൽ നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുകയും ഇവിടെ ഇങ്ങനെ ചെയ്യുകയും ചെയ്തിട്ടുള്ള വലിയ സന്തോഷം പൊന്നാനിക്കാർക്ക് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നബി ചരിത്രം ഈ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സമർപ്പണം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ ഈ പുസ്തകം എഴുതിയതിൽ വേറെ ഒന്നുകൂടിയുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, സർവ്വ ലോകങ്ങൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ പ്രവാചകനെ അയച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് കാര്യമാണ് മുസ്ലിം സമൂഹം പ്രവാചകന് വേണ്ടി ചെയ്തത് എന്ന് ചോദിച്ചു പോവുകയാണ്. പ്രവാചകനെ മറ്റൊരു ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാനോ ആരാണ് പ്രവാചകൻ എന്ന് കാണിച്ചു കൊടുക്കാനോ ആ ഒരു ദൗത്യം സമൂഹം ഏറ്റെടുത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നാരായണ മാഷ് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ ഈ ദൗത്യം അദ്ദേഹത്തിന്റെ ആന്തരിക ചോദന തന്നെയാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ ഫാസിസവും സാമ്രാജ്യത്വവും അതുപോലെ സയനിസ്റ്റും ഒക്കെ നടമാടുന്ന ഒരു കാലത്ത് പ്രവാചകൻ ഇവിടെ അവതരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഒരുപാട് സ്വേച്ഛാധിപതികൾ അന്നും ഇന്നും ഉണ്ടായിട്ടുണ്ട്. ആ സ്വേച്ഛാധിപതികളെ ചെറുക്കാനാണ് പ്രവാചകന്മാർ വന്നത്. എന്തിനാണ് ചെറുക്കുന്നത്? കാരണം പാവപ്പെട്ട മനുഷ്യർക്ക്, സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കണം. ഏത് പ്രവാചകന്റെ ദൗത്യം ഏറ്റെടുത്താലും ചരിത്രം നോക്കുമ്പോഴും അത് തന്നെയാണ്. വളരെ മുമ്പ് നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം. അത് നമ്രൂദിനെതിരായി, അതോടൊപ്പം മൂസാ നബി ഫറോവയ്ക്കെതിരായി, ഓരോ കാലത്തും ഇങ്ങനെയുള്ള ശത്രുവിനെതിരായി, സാമ്രാജ്യത്വ മോഹികൾക്കെതിരായിട്ടാണ്. പക്ഷെ ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരുപാട് ഹിറ്റ്ലർ പോയി, ഒരുപാട് സ്വേച്ഛാധിപതികൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ഫാസിസം ഉണ്ട്, നെതന്യാഹു ഉണ്ട്, പലരുമുണ്ട്.
അവരെ ചെറുക്കണമെങ്കിൽ വിപ്ലവ ബോധമുള്ള ആരെങ്കിലും വേണം. ആ വിപ്ലവ ബോധത്തിന് എപ്പോഴും പ്രചോദനമായി ഭവിക്കുക കഴിഞ്ഞ കാല വിപ്ലവങ്ങളാണ്. പ്രവാചകൻ എത്ര പെട്ടെന്നാണ് മദീനയെ മാറ്റിയത്. അവിടെ ഒരു ഭരണഘടന എല്ലാവരെയും ഒരേ ചരടിൽ കോർത്തിണക്കുന്നു. ഈ മനുഷ്യ സമൂഹത്തെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു ഈ നിരുപാധികമായ സ്നേഹത്തിൻ്റെ ബലം. അതാണ് ഒരു വെള്ളിലെ പോലെ ഇങ്ങനെ ചരിത്രത്തിൻ്റെ ചക്രവാളത്തിൽ, കർമ്മേഷാവൃതമായ ചരിത്ര ചക്രവാളത്തിൽ ഒരു രേഖ പോലെ എല്ലാ കാലത്തും ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയാൽ അത് കാണുന്നു ഉണ്ട്. ആ ഒരു ചൈതന്യത്തെ ഈ നബിചരിത്രത്തിൻ്റെ ആഖ്യാനത്തിലൂടെ ആവിഷ്കരിക്കാനുള്ള സഫലവും സർഗാത്മകവുമായ ഒരു പരിശ്രമമാണ് താൻ അറിയാതെ സയ്യിദ് ഉനൈസ് നടത്തുന്നത് എന്നുള്ളത് ആണ് നമ്മൾ തിരിച്ചറിയുക. ഇതൊരു അക്കാഡമിക് എക്സസൈസ് അല്ല, അല്ലേ? കേവലം ഒരു അക്കാദമിക് എക്സസൈസ് ഇല്ല, അതിനപ്പുറമുള്ള ഒരു എന്താ പറയാ ഒരു വിശുദ്ധ ദൗത്യം ഈ കൃത്യം നിർവഹിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിച്ചു. പണ്ഡിതന്മാർ പുസ്തകങ്ങൾ എഴുതാൻ അത് ചെറിയ കാര്യമെന്നല്ല പറഞ്ഞു, പക്ഷെ അത് എന്താണ് ഒരു അത് അവരുടെ ഒരു പ്രൊഫഷന്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് ചെയ്തു. ഇതിപ്പോ ഈ പുസ്തകം എന്തുകൊണ്ട് എഴുതിയില്ലാന്നുള്ളത് ആരും ചോദിക്കില്ല, ഉന്നയിച്ചതോട് ചോദിക്കില്ല. അപ്പോ പരപ്രേരണ കൊണ്ടല്ല, ആന്തരികമായ ഒരു പ്രേരണ കൊണ്ടാണ് ഈ ദൗത്യം നിർവഹിക്കാൻ അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടത്. ആ ആന്തരികമായ ദൗത്യബോധം പ്രവാചകന്റെ ഉള്ളിൽ ഉണർന്നതും ആ ആന്തരികമായ ദൗത്യബോധമാണ്. അല്ലാണ്ട് ആരെയും നിർദ്ദേശിക്കുന്നില്ല. അതാണ് നമ്മൾ പറയാത്ത ദൈവത്തിന്റെ ചൈതന്യം, ദൈവത്തിന്റെ അനുഗ്രഹമെന്നോ ഒക്കെ പറയുന്നത്. നമ്മുടെ തന്നെ ഉള്ളിൽ ഉദിക്കുന്ന എന്താണ് ഈ ആന്തരികമായ ദൗത്യബോധം. അത്തരമൊരു ദിവ്യമായ ആന്തരികമായ ദൗത്യബോധത്താൽ പ്രചോദിതനായി ഇത്തരം ഒരു ഗ്രന്ഥരചനയ്ക്ക് പരപ്രേരണ കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ നിരുപാധി ഈ പുസ്തകം എഴുതി കഴിഞ്ഞാൽ എന്തെങ്കിലും തരാതെ ആരും പറഞ്ഞില്ല. ഒരു അവാർഡ് കിട്ടുന്ന വിശ്വസിക്കില്ല, ഒരു സ്ഥാനം കിട്ടുന്നതില്ല, കുറെ പണം കിട്ടുന്നതില്ല. അപ്പോ പലപ്പോഴും നഷ്ടമായിരിക്കും ഈ പുസ്തക പ്രകാശനത്തിലൂടെ ഈ പണം പ്രസ്ഥാനത്തിലും മറ്റു പലർക്കും ഉണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്, അത്തരത്തിലുള്ള പ്രതിബന്ധങ്ങളെ ഒന്നും പരിഗണിക്കാതെ ഭയപ്പെടാതെ ഏറ്റെടുത്തിട്ടുള്ള ഒരു മഹാദൗത്യമാണിത് എന്ന് ഞാൻ കരുതുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, ക്യാബിൻ ക്രൂ ആൻഡ് സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പറക്കാനായി 50 വർഷത്തെ അക്കാഡമിക് പ്രവർത്തന പരിചയമുള്ള അക്ബർ ഗ്രൂപ്പിന്റെ അയാട്ട അംഗീകൃത ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടായ അക്ബർ ക്യാബിൻ ക്രൂ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും +2 കഴിഞ്ഞ ആർക്കും ഡിപ്ലോമ ഇൻ ക്യാബിൻ ക്രൂ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെന്റ്, BBA വിത്ത് എയർപോർട്ട് ഓപ്പറേഷൻസ് അക്ബർ ട്രാവൽസിന് അണ്ടർ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ലെവൽ ട്രെയിനിങ്ങും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നിങ്ങൾക്ക് ഉറപ്പാണ്. അതോടൊപ്പം എക്സ്പീരിയൻസ് ട്രെയിനേഴ്സ്, മോക്ക് ഇന്റർവ്യൂസ് എന്നീ കരിയർ ഡെവലപ്മെന്റ് സപ്പോർട്ട്സും ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു. ഇനിയും വൈകണ്ട, നിങ്ങളുടെ കരിയർ ടേക്ക് ഓഫ് ചെയ്യാൻ സമയമായല്ലേ? അഡ്മിഷനും മറ്റു ഡീറ്റെയിൽസിനുമായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ബർ ക്യാബിൻ ക്രൂ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടുക.